ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതലും എൻ്റെ പഠിക്കുന്ന സമയത്തൊക്കെയുള്ള കുറേ കൂട്ടുകാരെ കുറിച്ചിട്ടാണ് അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ശേഷം ഞാൻ അവരെയൊന്നും അങ്ങനെ അധികമായിട്ടൊന്നും കാണാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ഓർക്കും, കളിക്കൂട്ടുകാരെ തീർച്ചയായിട്ടും ഓർക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ കൂട്ടുകാരെക്കുറിച്ച് നല്ലവരെ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വർക്കിനായിട്ട് പോയിട്ടില്ല ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ശരീരവേദനയാണ് കേട്ടോ. നമ്മുടെ സൈക്കിൾ കേട് വന്നിട്ടുണ്ട്. സൈക്കിളിൻ്റെ കൊട്ട ദ്രവിച്ചെടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് അനിയനെ ശരിയാക്കി തരാമെന്നോ പിന്നെ ഞാൻ കടയിലേക്ക് പോകാൻ മടിച്ചു കിട്ടാം. അപ്പോൾ അത് ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് അച്ഛന് പണിയുണ്ട്. അപ്പോൾ അച്ഛനൊരു 5 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പം ഞാൻ വർക്കിന് പോകാതിരുന്നെന്ന് പറഞ്ഞെങ്കിൽ ശരീരവേദനയായിട്ടാണ്. അച്ഛന് പണിയുണ്ട്. അപ്പം ഞാനാണ് ആദ്യക്കുട്ടനെ സ്കൂളിലേക്ക് ഓട്ടോയിൽ കയറ്റി വിടുകയൊക്കെ ചെയ്ത്. ഇനി അവൻ 3:30 അവനെ വിളിക്കാനായിട്ട് നമ്മുടെ റോട്ടിൽ നിൽക്കണം. അടുത്തുള്ള റോട്ടിലാണ് ഓട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. പിന്നെ വർക്കിന് പോയില്ലെങ്കിൽ അന്ന് മൊത്തം നമ്മുടെ വീട്ടിലെ പണിക്കൊക്കെ ഒരു അയവുണ്ടാകും. ജോലി എന്ന് പറഞ്ഞാൽ മുറ്റടിച്ചിൽ, റൂം അടിക്കൽ, പാത്രം കഴുകൽ, തുണി കഴുകൽ, അങ്ങനെ ഓരോരോ പണി നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. നമുക്ക് ഏത് പണി ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ മാറാല വന്നിട്ടുണ്ട്, അതൊക്കെ തട്ടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ഈ മാറാല തട്ടിക്കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലാണ്. പിന്നെ ചുമയും തുമ്മലൊക്കെ തുടങ്ങും. അത് കാരണം ഞാനിപ്പോൾ അങ്ങനെ മരൽ തട്ടാറില്ല. അതിനാണ് തട്ടുന്നത്. പൊടിയൊക്കെ തട്ടാനുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു യന്ത്രം വാങ്ങിച്ചിട്ടുണ്ട്. അത് എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ കേട് വന്നാൽ ദൈവമേ ഇവിടെ പൊളിച്ചെടുക്കുവാനാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാറില്ല. അനിയണ്ണൻ തന്നെയാണ് ഇവിടുത്തെ പൊടിയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത്. കട്ടിലിൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയായിരിക്കും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് അനിയണ്ണനാണ്. പൊടി ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ ഞാൻ കഥ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോയിൽ ഒരു കഥയുടെ 2 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു. സത്യം പറയാൻ എനിക്കതിന് സമയമേ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷെ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞ് പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി കുളിച്ചാകുമ്പോഴേക്ക് 12 മണിയായി. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ചോറ് കഴിച്ചില്ല, ഞാൻ പുട്ടാണ് കഴിച്ചത്. പുട്ടിൻ്റെ കറി എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രീൻ പീസ് കറിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എണ്ണ തീർന്നിരിക്കുകയാണ്. എണ്ണ വൈകുന്നേരം വാങ്ങിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി ബാക്കി കറി വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ പുട്ടിന് അങ്ങനെ കറി വേണമെന്നോ പുട്ടിന് പഴമോ അല്ലെങ്കിൽ കറിയോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. വെറുതെ അങ്ങനെ തിന്നട്ടെ. അപ്പം അങ്ങനെ വെറുതെ കഴിച്ച് പിന്നെ ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയി. അപ്പോൾ അച്ഛൻ വർക്കിനൊക്കെ പോയി ഉച്ചയ്ക്ക് വന്ന് അച്ഛന് ചോറൊക്കെ കൊടുത്ത് അച്ഛൻ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സംസാരിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അച്ഛൻ വീണ്ടും തിരികെ പോയിരിക്കണം. അപ്പോൾ ഇനി പോയി തിരിച്ച് വരുമ്പോഴേക്ക് കാപ്പി വെക്കണം. അച്ഛൻ്റെ കാപ്പിയും അപ്പം ഉണ്ടാക്കണം, ഗോതമ്പിൻ്റെ അപ്പം. പിന്നെ വെള്ളം ചൂടാക്കണം. കുറച്ച് കഴിയുമ്പോൾ പണി തുടങ്ങും. വീണ്ടും മുറ്റം അടിക്കൽ അതുപോലെയുള്ള പണികളൊക്കെ തുടങ്ങും. ആദ്യക്കൂട്ടം 3:30 വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഫോൺ ഇങ്ങോട്ട് കയ്യിൽ കിട്ടില്ല. അത് തന്നെ ഇന്ന് ഞാൻ അവധി ആയതുകൊണ്ട് 3 റീൽസ് ആദ്യമേ ചെയ്ത് ഒരു ദിവസം 3 റീൽസ് ഞാൻ ചെയ്യാറുണ്ട്. പൂർണ്ണമായിട്ട് അത് 3 ആക്കി വെച്ചുട്ടാ. പിന്നെ ഇനി വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനെൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ കൂട്ടുകാരിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ലതേനെയാണ് കേട്ടോ. ലത എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ചെറിയപ്പൻ്റെ മകളാണ്. 1 വയസ്സിന് താഴെ ആയതുകൊണ്ട് ഞാൻ അവളെ പേരാണ് വിളിക്കുന്നത്. ആൻറ്റിന്നോ അമ്മായിയോ ഒന്നൊന്നും വിളിക്കാറില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ ഉള്ള കൂട്ടുകാരാണ്.
അവൾ അവിടെ പാലക്കാട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ച് പോയിരിക്കുന്നത്. എനിക്ക് മുമ്പേ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ടാ. ഒരു കുഞ്ഞു ലതയും പിന്നെ ഒരു മകനും ഒരു മകളുമാണ് കേട്ടോ. മകളെന്ന് പറഞ്ഞാൽ അവളെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ലതനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഞങ്ങളുടെ തറവാട്ടിൽ അച്ഛന് 2 ചെറിയച്ഛനും ഒരു വലിയച്ഛനാണുള്ളത്. അവർക്കൊക്കെ ഒരാൾക്ക് 2 പെൺമക്കളാണ്. വേറെ 2 പേർക്ക് 2 പെൺമക്കളാണ്. അതിലൊരാളാണ് ലത. വേറൊരാൾക്ക് 2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പേ കല്യാണം കഴിഞ്ഞ് പോയതാണ് അവരൊക്കെ. എനിക്ക് അമ്മായിയാണ്. പക്ഷെ ലത അവരെ ചേച്ചിന്നും ചെറിയച്ഛൻ വരെ ഏട്ടാന്നും അമ്മായിയും എന്നെയൊക്കെ അവൾക്ക് ചേച്ചി ഏട്ടനാണ്. അപ്പോൾ അവൾ വിളിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാവരെയും കമൽ ചേച്ചി, ദേവി ചേച്ചി, ലക്ഷ്മി ചേച്ചി, മണിയേട്ട, രാജേട്ട അങ്ങനെയൊക്കെയാണ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോൾ അവരെന്നെ വഴക്ക് പറയും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ലതൻ്റെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെറിയപ്പനും ചെറിയമ്മയാണ്. വേറെയും ചെറിയപ്പനും ചെറിയമ്മയൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഞാനും ചെറിയപ്പാന്നും ചെറിയമ്മാന്നും വിളിക്കണം കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും പണിക്ക് പോയി കഴിഞ്ഞാൽ അംഗൻവാടി പോയില്ലെങ്കിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ തന്നെയായിരിക്കും. ഒരു ദിവസം അവധിയാണെങ്കിൽ അന്ന് 6 മണിക്ക് തന്നെ പല്ലൊന്നും തേക്കില്ല. തേക്കാതെ തന്നെ അവളുടെ വീട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കും. അവൾ എഴുന്നേറ്റുണ്ടാകില്ല. പക്ഷെ ലതയെ പടി തുറക്ക് പറഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ അവളുടെ അമ്മ ഓടി വന്ന് പടി തുറക്കും. പിന്നെ അവിടെ എന്താ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും തിന്ന് ചോറും കഴിച്ച് അവിടെ അങ്ങ് ഇരിക്കും കേട്ടോ. അത് കുട്ടിക്കാലത്തുള്ളത് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ ചോറ് കഴിച്ചില്ലെന്നും പറഞ്ഞ് എന്നെ വിളിക്കാനൊക്കെ വരും. ചെറുപ്പം മുതലേ ഉള്ളതാണ് എന്നെ വിളിക്കാനായിട്ട് വരുന്നത്. ചോറ് കഴിക്കുക അല്ലെങ്കിൽ അച്ഛൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് വരും. എന്നെ അരുമപ്പേര് വിളിക്കുന്നത് പെട്ടേന്നാണ് കേട്ടോ. അച്ഛനും അമ്മ എന്നെ പെട്ടേന്നാണ് വിളിക്കുന്നത്. ആരും എന്നെ കളയാക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പെട്ടേന്നാണ് എന്നെ വിളിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് നമ്മൾ ഓരോ കുട്ടികൾക്കും ഓരോരോ അരുമപ്പേരൊക്കെ ഉണ്ടാവില്ലേ. എന്നെ വിളിക്കുന്ന അരുമപ്പേരാണ് പെട്ടേന്ന് കേട്ടോ. അപ്പോൾ അമ്മ പെട്ടേ വാടി ചോറ് കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുക. അപ്പോൾ ലതൻ്റെ അമ്മ പറയും, ഞാൻ ഇത്തിരി കൂടി മുതിർന്നപ്പോൾ അവളുടെ അമ്മ പറയും, എടി ലക്ഷ്മിയെ നിൻ്റെ മകൾ വലുതായില്ലേ, ഇത്ര വലുതായിട്ട് അവൾക്ക് വേണമെങ്കിൽ അവൾ കഴിക്കുമല്ലോ, നീ എന്തിനാടി വിളിക്കാൻ വരുന്നു എന്നൊക്കെ ചോദിച്ച് എൻ്റെ അമ്മേനെ വഴക്ക് പറയട്ടെ. എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു വിചാരം മാത്രമല്ല, ഞാൻ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഞങ്ങൾ തമ്മിൽ നല്ല ഇടിയൊക്കെ വെക്കും കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ വയറ് നിറയെ കഴിക്കണം. ഞാനും എൻ്റെ അനിയനും വയറ് നിറയെ കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമേ എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളൂ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ലതയും ഞാനും കൂടിയിട്ടാണ് ടി വി കാണാനൊക്കെ പോകുക. ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീട്ടിലാണ് ടി വി കാണാൻ പോകുക. ഞായറാഴ്ച ആകുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും ടി വി കാണാൻ പോകുന്നതിന് ചീത്തയൊന്നും പറയില്ല. അന്നൊക്കെ ദൂരദർശനാണ്. ഞാനും കൂടി പോകുകയാണെങ്കിൽ അച്ഛൻ പണിക്ക് പോയിട്ട് അച്ഛനെ എനിക്ക് നല്ല പേടിയാണ്. അമ്മേനെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അച്ഛനെ എനിക്ക് ഇത്തിരി കൂടുതൽ പേടിയാണ് കേട്ടോ. അപ്പം ഞാനൊരു 4 മണിക്കാണ് അത് ദൂരദർശനിലൊക്കെ ഞായറാഴ്ച സിനിമ തുടങ്ങും. അപ്പം ഞാനും അവളും കൂടി പോയി വേലിയോരത്ത് പോയിട്ട് ഇങ്ങനെ ചെവിയോരത്ത് നിൽക്കും. ടി വി ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ടി വി ഇട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ടി വി ഇട്ടിട്ടുണ്ട്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി സിനിമ കാണും. പരസ്യം വരുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടും. അച്ഛൻ വന്നിട്ടുണ്ടാകുന്ന നോക്കാം. അച്ഛൻ്റെ സൈക്കിൾ അവിടെ കണ്ട അച്ഛൻ വന്നു എന്നാണ്. അപ്പോൾ അച്ഛൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏത് സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ചിലപ്പം നല്ല മൂടൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സിനിമ കാണാൻ പൊക്കോന്ന് പറഞ്ഞാൽ എനിക്ക് പോകാം. എല്ലാവരും വെച്ചാൽ പിന്നെ ആ സിനിമേൻ്റെ ബാക്കി എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ വഴക്കിടും. അപ്പോൾ അങ്ങനെ അവൾക്ക് ആ സിനിമ മുഴുവനായി കണ്ടിട്ട് വീട്ടിലേക്ക് വരാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ലതയുടെ അടുത്ത് ഞാൻ പോകുള്ളൂ കേട്ടോ. എൻ്റെ പ്രേമത്തെക്കുറിച്ചിട്ടാണെങ്കിലും എൻ്റെ സ്കൂൾ കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ. ഞാൻ മൂത്തതാണ്, അവൾ താഴെയാണല്ലോ. അപ്പം ഞാൻ 1-ലാവുമ്പോൾ അവൾ അംഗൻവാടിയിലായിരുന്നു. പിന്നെ ഞാൻ 2-ലാവുമ്പോൾ അവൾ 1-ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ലത ഞങ്ങൾ എന്താ പറയുക, അവളുടെ സന്തോഷം എൻ്റെ അടുത്തും എൻ്റെ സന്തോഷം അവളുടെ അടുത്തും ഞാൻ പറയും കേട്ടോ. അതുപോലെ തന്നെ വീട്ടുകാർ തമ്മിൽ വഴക്കിട്ടപ്പോഴും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഞങ്ങൾ നല്ല അടുപ്പം തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ എന്ത് തിന്നാനുണ്ടെങ്കിലും ഞാൻ ആരും കാണാതെ അവൾക്ക് കൊടുക്കും കേട്ടോ. ഇപ്പോഴും വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ കുട്ടിക്കാലം മുതലേ അവിടെയാണ് വളർന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആരും ഒന്നും പറയില്ല എന്നുള്ളതിൽ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോകും. ഇപ്പോൾ അവളുടെ
ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല പ്രായമായിട്ട് അച്ഛൻ്റെ ചെറിയച്ഛൻ വലിയച്ഛനില്ല, വലിയമ്മയായിരുന്നു ഉണ്ടായിരുന്നത്, അവർ മരിച്ചുപോയി. പിന്നെ അവൻ്റെ മക്കൾ 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ ആയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ വല്ലപ്പോഴും ആഘോഷം വരുമ്പോഴേ അവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. എല്ലാ വിനോദത്തിനും നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷെ അവരെന്നെയൊക്കെ ഓർക്കട്ടെ എപ്പോഴും പോയി കഴിഞ്ഞാലൊക്കെ. ഇപ്പോൾ അവരായിരുന്നു നമ്മുടെ അമ്മയും അച്ഛനൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ചെറിയച്ഛനും അച്ഛൻ്റെ ചെറിയപ്പന്മാരും ചെറിയമ്മമാരായിരുന്നു നമ്മളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാകും. ഞാൻ അവിടെയാണ് കുട്ടിക്കാലം മുതലേ വളർന്നതും കളിച്ചതും ഒക്കെ. അവരുടെ വീട്ടിലുള്ള ചക്കയും മാങ്ങയും ഒക്കെ തിന്നിട്ടാണ് ഞാനെൻ്റെ വിശപ്പ്. നമ്മൾ സത്യം പറഞ്ഞത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും ഫ്രണ്ട്സ്. കാരണം അന്ന് നമ്മൾ എന്താ പറയുക, അത്രത്തോളം അവർ നമ്മളെ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. പലഹാരം തന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും വീടെത്തിയിട്ടാലും ചിലപ്പോൾ വാതിൽ പൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഓലപ്പുര വിടണം. അതിനകത്ത് നിറയെ നെല്ലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അമ്മ കൊയ്ത്തിനൊക്കെ പോയിട്ട് നിറയെ നെല്ല് ചാക്ക് കണക്കിന് നെല്ലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ അതിൻ്റെ വാതിലൊക്കെ പൂട്ടി വെച്ചിട്ടായിരിക്കും പോകും. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചാവി ചിലപ്പോൾ എവിടെ വെച്ചെന്നറിയില്ല. അപ്പോൾ എനിക്ക് വിശക്കൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ചക്ക ചിലപ്പോൾ ഒരു ചക്കയുടെ പകുതിയൊക്കെ മൊത്തം അങ്ങോട്ട് തിന്ന്, അല്ലെങ്കിൽ മാങ്ങ തിന്ന് ചക്ക തിന്നിട്ടൊക്കെയാണ് വിശപ്പ് അടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലതേൻ്റെ വീട്ടിൽ പോയി ലത എനിക്ക് വിശക്കണോ, എനിക്ക് ചക്ക വേണം പറയും. നീ വെട്ടി തിന്നോന്ന് പറയും. ആ അരുവി അങ്ങോട്ട് തരും. അതങ്ങോട്ട് വെട്ടി അതിൽ ചക്ക മൊത്തം എടുത്ത് തിന്ന് വയറ് നിറച്ച് ഏമ്പൊക്കെ വിട്ടിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പം ഞാൻ ലതനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് സിനി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് വെച്ച സ്ഥലം തന്നിട്ടുള്ള ഒരു അമ്മയുടെ പേരക്കുട്ടിയാണ് കേട്ടോ സിനി എന്ന് പറയുന്നത്. അവളുടെ ചേച്ചിയുടെ പേര് സുഷമ എന്നാണ്. അവൾ ഇടയ്ക്ക് അടുത്ത് തന്നെയാണ് അവളുടെ അമ്മേനെ കല്യാണം കഴിച്ച് അവളുടെ അച്ഛൻ വീട് അടുത്ത് തന്നെയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് അവധിക്കൊക്കെ വരുന്നതാണ് കേട്ടോ. സകല കള്ളത്തരവും അവൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഓലപ്പുര വീടാണ് കേട്ടോ. മണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള മണ്ണൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട്, കല്ലല്ല മണ്ണിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളൊരു ഒരു ചെറിയ ചുമരാണ് കേട്ടോ. ഓലയൊക്കെ കെട്ടിയിട്ടുള്ളൊരു മണിച്ചുമരൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ ചാടിക്കടക്കാം നമുക്ക്. അമ്മയും അച്ഛനും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവളിങ്ങനെ ഓരോന്നും പറയും. അപ്പോൾ അതിനകത്തുള്ള ചില്ലറ പൈസയൊക്കെ കാണാണ്ടെടുത്ത് നമ്മുടെ കടയിൽ, അവിടെ ഒരു പെട്ടിക്കടയുണ്ട്, ആ കടയിൽ പോയി ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും വാങ്ങിക്കും. വീട്ടിൽ നിന്ന് കാണാണ്ട് കുറച്ച് പച്ചരി എടുക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും. ഒരു പറമ്പിലേക്ക് പോകുന്നൊരു കുഴി കുഴിച്ച് അതിൽ കല്ല് വെച്ച് ചിരട്ട വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് തീ കത്തിക്കും. അതിൽ കുറച്ച് അരിയുണ്ട്. പകുതി വെന്തിട്ടേ ഉണ്ടാക്കുള്ളൂ. പായസം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കും. എന്നിട്ട് പണിക്കൊക്കെ പോയി തിരിച്ച് അച്ഛൻ വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും. ഇത് കിണ്ടിക്കുള്ളിലാണ് കുറേ ചില്ലറകളൊക്കെ, കിണ്ടിക്കുള്ളിലായിരിക്കും ചില്ലറ പൈസ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 10 പൈസ, 5 പൈസ, 20 പൈസ, 25 പൈസ, 50 പൈസ, 1 രൂപ, ഇതൊക്കെയാണ് ചില്ലറ പൈസ നിറയെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാരി എടുക്കണം. അമ്മ നോക്കുമ്പോൾ പൈസ കണ്ടില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ തന്നെ എടുത്തിരിക്കുന്ന അച്ഛന് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് തല്ലുകൊള്ളും. അങ്ങനെ എനിക്ക് തല്ല് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനി ഞങ്ങൾ നല്ല കളിക്കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. ചോറും കറിയൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഓടി കളിച്ചിട്ടും കല്ല് കളിച്ചിട്ടും ഒക്കെ ഉള്ളൊരു കൂട്ടുകാരിയായിരുന്നു സിനി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് സുമതിയാണ്. അവൾ എൻ്റെ നല്ല ഡിയർ ഫ്രണ്ടാണ്. എൻ്റെ അമ്മായിയുടെ മകളായിട്ട് വരും. അതായത് അച്ഛന് മൂത്തൊരു വലിയമ്മയുണ്ട് കേട്ടോ. മൂത്ത വലിയച്ഛൻ എൻ്റെ ഓർമ്മയിൽ തന്നെ, എൻ്റെ മുത്തശ്ശനും അച്ഛൻ്റെ വലിയച്ഛനൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെ മരിച്ചുപോയി. പിന്നെ വലിയമ്മയാണ് ഉണ്ടായിരുന്നത്. വലിയമ്മേനെ കുറിച്ച് പറയണേ എന്നെ വലിയ കാര്യം കേട്ടോ. എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. വലിയമ്മേനെ കുറിച്ച് പറയാൻ എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ കല്യാണമൊക്കെ കഴിയുകയാണെങ്കിൽ നീ എന്നെയൊക്കെ ഓർക്കണം. ഞാൻ ചിലപ്പോൾ മരിച്ചു പോന്നാലും നീ എന്നെ ഓർക്കണമെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ വലിയമ്മേനെ ഞാൻ ഇപ്പോൾ ഓർത്തു കേട്ടോ. അപ്പം അവരുടെ പേരക്കുട്ടിയാണ് സുമതി എന്ന് പറയുന്നത്. അവരുടെ രണ്ടാമത്തെ മകളുടെ 5 പെൺമക്കളാണ് ഉള്ളത്. എൻ്റെ അമ്മായിക്കും ചെല്ലമ്മായിക്കും 5 പെൺമക്കളാണ് കേട്ടോ. അതിൽ സുമതിയാണ് എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരാണ് കേട്ടോ. അവൾ വിരുന്ന് വരും, ഇടയ്ക്ക് വിരുന്ന് വരും.
പള്ളി നേർച്ച വന്നാലും മറ്റെന്ത് ആഘോഷം വന്നാലും സ്കൂൾ വെക്കേഷൻ വന്നാലും ഒക്കെ അവൾ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കളിക്കും, കുളിക്കാനൊക്കെ തോട്ടിലും കുളത്തിലൊക്കെ കുളിക്കാനായിട്ട് പോകും. ഞങ്ങൾ ഊഞ്ഞാലാടിക്കളിയും കല്ലുകളിയും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ആയിട്ടിരിക്കും. ഇപ്പോഴും അവിടെ എന്നെ വിളിക്കാറുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണുള്ളത്. സുമതി എന്നെ വിളിക്കാറുണ്ട് കേട്ടോ, ലതി എന്നെ വിളിക്കാറുണ്ട്. സിനി വിളിക്കാറില്ല കേട്ടോ, അവളെ കാണാറില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ വിനിത, എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരി തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ ചങ്ങാതിയുടെ മകളാണ് കേട്ടോ വിനിത എന്ന് പറയുന്നത്. അവർ 2 പെൺമക്കളാണ്. മൂത്തത് ബിന്ദു, രണ്ടാമത്തത് വിനിത കേട്ടോ. അപ്പം അച്ഛൻ്റെ ബെസ്റ്റ് കൂട്ടുകാരന്മാരുടെ മക്കൾ തന്നെയാണ് പഠിക്കുമ്പോൾ എൻ്റെയും കൂട്ടുകാർ. സുഭാഷിണി, വിനിത, ഉഷ, ബബിത, ഇവരൊക്കെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരുടെ മക്കളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഞാനാണ് ഇവർക്കിടയിൽ കൂടുതൽ വില്ലത്തരം കാണിക്കുന്നത് ഞാനാണ്. നമ്മുടെ വിനിത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അവളുടെ വീട്ടിലേക്ക് ആദ്യമേ പോകും. ലതയൊക്കെ ലതയായിട്ട് ഇടയ്ക്ക് ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പോകും. അവൾ മെല്ലെ ആയിരിക്കും വരിക. ഞാൻ ആദ്യം സ്കൂളിലേക്ക് എത്തും കേട്ടോ. വിനിതൻ്റെ വീട്ടിൽ പോകും. ഞാൻ പോകുമ്പോൾ അവൾ കുളിച്ചിട്ടുണ്ടായില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞാൻ പോയതിന് ശേഷം അവൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ അമ്മ തലമുടിയൊക്കെ നേരെ കെട്ടി പൗഡറൊക്കെ ഇട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് ഒരുക്കിയിട്ടായിരിക്കും പോകുന്നത്. അവരുടെ വീട്ടിലൊരു പറമ്പിലൊരു ചെമ്പക മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ ആ ചെമ്പകപ്പൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ വീട്ടിൽ പോകണം. നീ വാ, ഞാൻ പറിച്ചു തരാമെന്ന് പറയും. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോകും. അവിടുന്ന് ചെമ്പകപ്പൂവൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സ്കൂളിലേക്ക് പോകുള്ളൂ കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ഒരുമിച്ച് ഞങ്ങൾ 1 മുതൽ 4 വരെയാണ് പഠിച്ചിട്ടുള്ളൂ. ഞാൻ അവളെ വെറുതെ പിച്ചും, പറയും വേണ്ടടി സുഷമ, വേണ്ടടി എന്നൊക്കെ പറയും കേട്ടോ. അവളുടെ ശരീരം ആകെ ഇങ്ങനെ വിണ്ട് കയറിയ പോലെ ആയിരിക്കും, എണ്ണ തേക്കാതെ ഇങ്ങനെ ശരീരം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൊളിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അവളെ വഴക്കിടുകടി, എണ്ണയൊക്കെ തേച്ച് നേരാക്കും എന്നൊക്കെ പറയും. പിന്നെ അവളുടെ ചേച്ചി അവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ആശയാണ്. എനിക്ക് ചേച്ചി ഇല്ലല്ലോ എന്ന് പറയും. എൻ്റെ കൂട്ടുകാരൊക്കെ ഏട്ടന്മാരിനെ കുറിച്ചൊക്കെ കഥ പറയുമ്പോൾ എനിക്ക് ഏട്ടനില്ലല്ലോ ചേച്ചിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാറുണ്ട് കേട്ടോ. അപ്പം വിനിത എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും സ്കൂൾ വിട്ടിട്ടൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് പോകും വരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഞാൻ കണ്ടുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭർത്താവ് മരിച്ചു. രണ്ടാമത് കല്യാണം കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടു. അപ്പം വിനിത എൻ്റെ അടുത്ത് പറയും, സുഷമ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാനും സുഷമയും കൂടിയിട്ട് എപ്പോഴും പോകാറുള്ളത്. എൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, വഴിയിൽ ഒരാളോട് അവൾ സംസാരിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും സൈലൻ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. ഞാൻ ഒരു മനുഷ്യന്മാരോട് ഞാൻ വേണ്ടില്ല. ചറവറാന്ന് ഇപ്പം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാറില്ല. ഒരു മനുഷ്യന്മാരോട് ഞാൻ വേണ്ടില്ലായിരുന്നു ഫ്രണ്ട്സ്. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മളോട് മിണ്ടുന്നവരോട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കും, മിണ്ടാത്തവരോട് ഇത്തിരിയേ മിണ്ടുകയുള്ളൂ, ഇത്തിരിയേ സംസാരിക്കുകയുള്ളൂ. സൈലൻ്റ് ആണ്, എന്നാലും ഇത്തിരി സൈലൻ്റ് സ്വഭാവമാണ്. പിന്നെ ദേഷ്യം വരൽ കുറച്ച് കൂടുതലാണ്. അന്ന് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ന്യായമില്ലാത്ത കാര്യമാണെങ്കിൽ നല്ലപോലെ അങ്ങോട്ട് ദേഷ്യപ്പെടും കേട്ടോ. ശരിക്കും വേണ്ടി വാദിക്കും, ശരിക്കും ഞാൻ വാദിക്കാറുണ്ട്. പിന്നെ വിനിതനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സുഭാഷിണി, ഉഷ, ബബിത, ആബിത, റസിയ, ഇവരൊക്കെ എൻ്റെ ചെറിയ കൂട്ടുകാരാണ്. ഞാൻ ഇവരുടെ വീട്ടിലേക്കും പോകും, ഇവർ എൻ്റെ വീട്ടിലേക്കും വരും. അവിടെ നെല്ലിക്ക, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നെല്ലിക്കയുണ്ട്, കൈനിപ്പഴമുണ്ട്. കൈനിപ്പഴം പറയുന്നത് നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, കൂട്ടുകാർക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. പാലക്കാടൊക്കെ ഉള്ളൊരു ഇങ്ങനെ മുള്ളൊക്കെ ഉള്ളൊരു മരമാണ് കേട്ടോ. അത് ഈ സമയമാകുമ്പോൾ അതിങ്ങനെ പഴുത്ത് താഴെ വീഴും. പച്ചക്കായാണ്, പഴുക്കുമ്പോൾ അത് കറുപ്പ് നിറമാണ്, 2 കുരുക്കളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൃമി വരുന്നൊക്കെ പറയട്ടെ. അമ്മ എപ്പോഴും പറയുക അത് കഴിക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ നിറയെ പെറുക്കി എടുത്ത് അകത്തേക്ക് ആക്കലാണ് കേട്ടോ എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെല്ലിക്കയ്ക്കും കൈനിപ്പഴത്തിനും ഒക്കെ ആയിട്ട് ഉഷ, ബബിത, സുഭാഷിണി, വിനിത ഇവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും. പിന്നെ 5ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴാണ് കഥാ ബുക്കൊക്കെ ഇവർക്ക് കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ളത്. പിന്നെ 5ാം ക്ലാസ്സിലുള്ള എൻ്റെ ഡിയർ ഫ്രണ്ട്സാണ് സുനിത, പ്രസീത, സുജിത, ശ്യാമള, സിന്ധു, ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാരായിട്ട്. ഇവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വരും. കാരണം ചെറിയച്ഛൻ തൃശ്ശൂർ വർക്ക് ചെയ്യണം കേട്ടോ. ചിപ്സ് വർക്കലാണ്. അപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം വരുമ്പോൾ ഈ ചിപ്സ് പൊടി ഉണ്ടല്ലോ അതൊക്കെ വീട്ടിലേക്കായിട്ട് കൊണ്ടുവരും കേട്ടോ. ഞാൻ സ്കൂളിലും കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ
പാലക്കാട് നെല്ലറയുടെ ഒരു നാടാണല്ലോ പാലക്കാട്. അപ്പോൾ ഈ ഓണ സമയമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അന്ന് അവിലിടിക്കുന്ന മില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ നെല്ല് അവിലിടിക്കുക. അപ്പോൾ ഈ അവിലൊക്കെ നമ്മുടെ യൂണിഫോമിൻ്റെ സൈഡ് ഒരു പോക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ട് വെച്ച് വീട്ടിൽ ഇൻ്റർവെൽ ആയിരിക്കുമ്പോൾ കൂട്ടുകാർക്കൊക്കെ പങ്കിട്ട് കൊടുത്ത് ഒരുമിച്ച് തീറ്റ, നെല്ലിക്ക, പുളിങ്കുരു, ഇതൊക്കെ തീറ്റയാണ് കേട്ടോ ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പറയും നമുക്ക് ഇന്ന ദിവസം ഇന്ന കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകാമെന്ന്. ഫ്രണ്ട്സ്, അപ്പം സുജിത എന്ന് പറയുന്ന എൻ്റെ ഡിയർ ഫ്രണ്ടാണ്. അവൾ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. വേറെ ആരും അങ്ങനെ വിളിക്കാറില്ല. ശ്യാമള, സുനിത, പ്രസീത. സുനിതൻ്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴും പോകും. എല്ലാ ദിവസവും 5ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ ബാഗ് ക്ലാസ്സിൽ വെച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുക. അവളുടെ മാമൻ, അതുപോലെ തന്നെ അമ്മയുടെ അനിയത്തി, അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. അവൾ അമ്മ വീട്ടിലായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ ഒരുപാട് നല്ല കൂട്ടുകാർ പിന്നെയും എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊന്നും ബെസ്റ്റ് കൂട്ടുകാരെന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഠനകാലം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയുള്ളത് തന്നെയായിരുന്നു കേട്ടോ. വിമല പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്നെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെയാണ് ജീവിക്കുന്നത്. നമ്മൾ പാലക്കാട് നാടാണെങ്കിൽ അവർ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ടേനെ. പിന്നെ രമ്യ എന്ന് പറയും. രമ്യ 9ാം ക്ലാസ് മുതലേ ഉള്ള ഒരു ഫ്രണ്ടാണ്. അവളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ഞാൻ അവളുടെ വീട് തേടി പോയിട്ടുണ്ടായിരുന്നു. വീട് എനിക്കറിയാം. അപ്പം ഫോൺ നമ്പർ തേടി അവളുടെ വീട്ടിലേക്ക് പോയി ഫോൺ നമ്പർ തന്നു. പക്ഷെ അവൾ എന്നെ വിളിച്ചു. ഞാൻ അവളെ വിളിച്ചു, സംസാരിച്ചു. അതോടുകൂടി പിന്നെ വിളി നിന്നു. പക്ഷെ അന്ന് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവർ നല്ല കൂട്ടുകാരൊക്കെ ആയിരിക്കും. പക്ഷെ ചിലവർ നമ്മളെ ഓർക്കും, ചിലവർ നമ്മളെ ഓർക്കില്ല. സുജിത എന്നൊക്കെ പറയുന്നത് എന്നെ ഈ അടിക്കും കൂടി അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മകനൊക്കെ വലുതായിട്ട് അവനപ്പോൾ തൃശ്ശൂർ ഭാഗത്താണ് പഠിക്കുന്നത്. അപ്പം വീട്ടിലേക്ക് പോയപ്പോൾ അവൻ്റെ ഫോണിലായിരുന്നു എൻ്റെ ഫോൺ നമ്പർ എന്നും പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫ്രണ്ട്സ്. കാരണം അവരിലൂടെയൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞ് എനിക്കൊരു കുറേ കൂട്ടുകാരിലൂടെയൊക്കെയാണ് എനിക്കൊരു നന്മ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഇവരിലൂടെയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അത്ര കാലങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ ഓർക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കൂട്ടുകാരെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഞാൻ പിന്നെയും പറയാതെ വിട്ടുപോയ കുറേ ഓർമ്മകളും വിട്ടുപോയ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ കൂട്ടുകാരെ കുറിച്ചിട്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.